തൃശൂർ പടിയൂരിൽ അമ്മയെയും മകളെയും കൊലപ്പെടുത്തിയ കേസിലെ പ്രതി പ്രേംകുമാർ കാണാമറയത്ത്. വിവിധ ഭാഷകൾ സംസാരിക്കാൻ അറിയാവുന്ന പ്രേംകുമാർ സംസ്ഥാനം വിട്ടിരിക്കാനുള്ള സാധ്യതയും പോലീസ് തള്ളുന്നില്ല. റൂറൽ പോലീസ് മേധാവിയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. വിശദാംശങ്ങളുമായി സാനു ഉണ്ട്. സാനു, പ്രതി സംസ്ഥാനം വിട്ടു എന്ന് തന്നെ ഉറപ്പിക്കുകയാണോ പോലീസ്? അമ്മയുടെയും മകളുടെയും കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് കൊലപാതകം ചെയ്തു എന്ന് സംശയിക്കുന്ന പ്രേംകുമാർ ഇപ്പോഴും കാണാമറയത്താണ്. അതായത് പടിയൂർ കൈതപ്പറമ്പിൽ രാഖിയുടെ രണ്ടാമത്തെ ഭർത്താവാണ് പ്രേംകുമാർ. ആദ്യ വിവാഹം കഴിഞ്ഞ് അദ്ദേഹം എറണാകുളം സ്വദേശിനിയാണ് ആദ്യ വിവാഹം ചെയ്ത്. അവരെ കൊലപ്പെടുത്തിയ കേസിൽ ജയിൽവാസമൊക്കെ കഴിഞ്ഞ 5 മാസമായിട്ടാണ് അദ്ദേഹം പുറത്തിറങ്ങിയിട്ട്. തുടർന്നാണ് ഈ രേഖയുമായിട്ടുള്ള വിവാഹവും തുടർന്ന് ഇവരുടെ ജീവിതവും ഉണ്ടായത്. എന്തായാലും രേഖയെ കൊലപ്പെടുത്തിയതിന് ശേഷം ഇദ്ദേഹം സംസ്ഥാനം വിട്ടിരിക്കാനുള്ള സാധ്യത പോലീസ് കാണുന്നത്. അതായത് ഈ മാസം 2-ാം തീയതിയാണ് ഇത്തരത്തിലൊരു ക്രൂരകൃത്യം നടക്കുന്നത്. അതിനുശേഷം 4-ാം തീയതി, അതായത് രേഖയുടെ വീട്ടിൽ നിന്നും ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ നടത്തിയ തെരച്ചിലിനൊടുവിലാണ് രേഖയുടെയും ഒപ്പം മാതാവായിട്ടുള്ള മണിയുടെയും മൃതദേഹം വീടിനുള്ളിൽ നിന്നും കണ്ടെത്താൻ സാധിച്ചത്. അതായത് കൊല നടത്തി 2 ദിവസത്തിന് ശേഷമാണ് ഈ മൃതദേഹം കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. തുടർന്ന് പോലീസ് നടത്തിയ ഒരു അന്വേഷണത്തിൽ ഇദ്ദേഹത്തിന്റെ ഫോൺ അടക്കം സ്വിച്ച് ഓഫ് ആയിരുന്നു. അതേപോലെ തന്നെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്, ഈ കൃത്യം നടക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിൽ ഈ രേഖയും അതേപോലെ തന്നെ രേഖയുടെ മാതാവായിട്ടുള്ള മണിയും പരാതി നൽകിയിരുന്നു. അതായത് പ്രേംകുമാർ സ്ഥിരമായി വീട്ടിൽ ശല്യം ചെയ്യുന്നു, അല്ലെങ്കിൽ വീട്ടിലെത്തിയിട്ട് തന്റെ മകളെ ആക്രമിക്കുന്നതായി ബന്ധപ്പെട്ടുള്ള പരാതിയാണ് പ്രേംകുമാറിനെതിരെ ഈ കുടുംബത്തിൽ രേഖയും അതേപോലെ തന്നെ മാതാവും നൽകിയത്. തുടർന്നാണ് ഈ പരാതി നൽകിയതിന്റെ വൈരാഗ്യമായിരിക്കാം ഈ കൊലയിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ആദ്യ ഭാര്യനെ കൊലപ്പെടുത്തിയതിനു ശേഷം ഈ വിദ്യയായിരുന്നു ആദ്യത്തെ ഭാര്യനെ കൊലപ്പെടുത്തിയതിനു ശേഷം അവരുടെ ഫോൺ മുംബൈയിലേക്ക് പോയ ട്രെയിനിൽ ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് അന്വേഷണ സംഘത്തിന്റെ ശ്രദ്ധ തെറ്റിക്കാൻ പലവിധ കുറുക്കു വഴികൾ തേടുന്ന ഒരു കൊലപാതകിയാണ്, അല്ലെങ്കിൽ ക്രിമിനൽ മൈൻഡുള്ള ആളാണ് പ്രേംകുമാർ എന്നാണ് പോലീസ് പറയുന്നത്. അതേപോലെ തന്നെ ഈ പ്രേംകുമാർ MBA ബിരുദധാരിയാണ്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷും ഹിന്ദിയും അടക്കം അനായാസം കൈകാര്യം ചെയ്യാനുള്ള വൈദഗ്ധ്യം ഈ പ്രേംകുമാറിനുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. പ്രതിക്കായി തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്.